Hello everyone, welcome back to a new video. I hope you are all doing well. So today we are going to discuss the play Evam Indrajit by Badal Sarkar. ബാദൽ സർക്കാരിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ലിങ്ക് കൂടി ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം. സോ യു ക്യാൻ റെഫർ ദാറ്റ് ഫോർ ഓതർ ബയോഗ്രഫി. സോ മൂവിങ് ഓൺ ടു ഇൻട്രൊഡക്ഷൻ. ഏവം ഇന്ദ്രജിത്ത്, അതിൻ്റെ ബംഗ്ലാ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഏബങ് ഇന്ദ്രജിത്ത് എന്നാണ്. ബാദൽ സർക്കാർ അദ്ദേഹം ഒരു വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ളൊരു ഇന്ത്യൻ ഡ്രാമറ്റിസ്റ്റും തിയേറ്റർ ഡയറക്ടറുമാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് ഏവം ഇന്ദ്രജിത്ത്. അത് ബംഗാളിയിലാണ് ഒറിജിനലി എഴുതപ്പെട്ടിട്ടുള്ളത് 1962. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തന്നെ തിയേറ്റർ ഗ്രൂപ്പായിട്ടുള്ള ശതാബ്ദിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇത് വേറെ പല ഭാഷകളും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 1970s ഇത് ഡോക്ടർ പ്രതിഭ അഗർവാൾ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1974 ഗിരീഷ് കർണാട് ഇംഗ്ലീഷിലേക്ക് ഈ ഒരു പ്ലേ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇനി പ്ലേയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു മീഡിയോക്കർ, ഒരു മിഡിൽ ക്ലാസ്സിനെ കുറിച്ച് പറയുന്ന ഒരു പ്ലേ ആണ്. ഇതിൻ്റെ ഏവം എന്നൊരു വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആൻഡ് എന്നാണ്. സോ ഏവം ഇന്ദ്രജിത്ത് മീൻസ് ആൻഡ് ഇന്ദ്രജിത്ത്. അപ്പം അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്, ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ, അയാൾക്ക് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഇല്ല. അയാൾ ഈ ഒരു സൊസൈറ്റിയുടെ തന്നെ ഭാഗമായിട്ടുള്ളൊരു ആളാണ്. അതാണ് ആ ഒരു ടൈറ്റിൽ റെഫറൻസ്. അതുപോലെ തന്നെ ഇതൊരു അബ്സേർഡ് പ്ലേ ആണെന്ന് പറയാൻ പറ്റും. ചോദിക്കുകയാണെങ്കിൽ പേര് പോലെ തന്നെ ഇറ്റ് ഈസ് അബ്സേർഡ്. പ്രത്യേകിച്ചൊരു മീനിങ് അല്ലെങ്കിൽ ഒരു ലോജിക്കൽ റീസണിങ് അതിൻ്റെ പ്ലോട്ടിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനത്തെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള, ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു പ്ലോട്ടുള്ള പ്ലേസിനെയാണ് അബ്സേർഡ് പ്ലേ എന്ന് പറയുന്നത്. അത് കൂടുതലും നമ്മൾ യൂജീൻ അയനെസ്കോ അതുപോലെ തന്നെ സാമുവൽ ബെക്കറ്റിൻ്റെ വർക്ക്സിലൊക്കെ നമ്മൾ കാണാറുണ്ട്. സാമുവൽ ബെക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അബ്സേർഡ് പ്ലേ. അതിൽ കൂടുതലും പറയുന്നത് തന്നെ ഈ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു എംപ്റ്റിനെസ്, അതുപോലെ തന്നെ റെപ്പറ്റേറ്റീവ്നെസ്, ഇതാണ് പറയുന്നത്. സെയിം തീം നമുക്ക് ഈ ഒരു പ്ലേയിലും കാണാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഇതൊരു അബ്സേർഡ് പ്ലേ ആണെന്നും കുറച്ചും കൂടി ഒരു എക്സിസ്റ്റൻഷ്യലിസത്തിനെ കുറിച്ച് പറയുന്ന ഒരു പ്ലേ ആണെന്നും നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു തുടക്കമോ അവസാനമോ ഇല്ല. ഇതൊരു സർക്കിൾ പോലെ റെപ്പറ്റേറ്റീവായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ വിചാരിക്കുന്നത് ജനനമാണ് തുടക്കമെന്നും മരണമാണ് അവസാനമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. മരിക്കുമ്പോൾ ആത്മാവ് വീണ്ടും വേറൊരു ശരീരത്തിലൂടെ ജനിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഐഡിയ ആണ് ഈ ഒരു പ്ലേയിലും ഈ ഒരു എക്സിസ്റ്റൻഷ്യലിസം എന്ന കോൺസെപ്റ്റിലും പറയുന്നത്. ഓക്കെ, സോ നമുക്ക് പ്ലേയുടെ സമ്മറിയിലേക്ക് പോകാം. 3 ആക്റ്റായിട്ടാണ് ഈ ഒരു പ്ലേ ഉള്ളത്. ഫസ്റ്റ് ആക്റ്റിൽ നമ്മുടെ റൈറ്റർ ഉണ്ട്. അദ്ദേഹമാണ് ആദ്യത്തെ ക്യാരക്ടർ. റൈറ്റർ പേരില്ല, റൈറ്റർ എന്ന് മാത്രമാണ് പറയുന്നത്. ആളെ എഴുതാൻ ശ്രമിക്കുകയാണ്, ഒരു വർക്ക്, പുതിയതായിട്ടൊരു പ്ലേ എഴുതാൻ ശ്രമിക്കുകയാണ്, പക്ഷെ നടക്കുന്നില്ല. റൈറ്റേഴ്സ് ബ്ലോക്കാണ്. അപ്പം ഈ ഒരു റൈറ്ററിൻ്റെ അമ്മ, അത് ആൻറ്റി എന്നൊരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. ഈ ഒരു ആൻറ്റി വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇയാൾക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല. ഇയാൾക്ക് അത്യാവശ്യമായി എന്തെങ്കിലും ഒരു വർക്ക് എഴുതണം, പക്ഷേ ഒട്ടും തന്നെ ആ ഒരു മൈൻഡ് സെറ്റിലല്ല. ഈ ഒരു കാര്യം ഈ ഒരു അമ്മ മനസ്സിലാക്കുന്നുമില്ല. പിന്നീട് ഒരു ഫീമെയിൽ ക്യാരക്ടർ വരുന്നുണ്ട്, മാനസി എന്നാണ് പേര്. ഈ ഒരു പ്ലേയിൽ മെയിൽ ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആണെങ്കിലും ഫീമെയിൽ ക്യാരക്ടേഴ്സിനെല്ലാം തന്നെ മാനസി എന്ന പേരാണ്. ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആണ്, പക്ഷെ എല്ലാവർക്കും ഒരേ പേരാണ്. ഓക്കെ, അപ്പോൾ മാനസി എന്നൊരു ക്യാരക്ടർ വരുന്നുണ്ട്. മാനസി ചോദിക്കുന്നുണ്ട് എന്തായി, എഴുതിയോ എന്നൊക്കെ. അപ്പോൾ റൈറ്റർ പറയുന്നുണ്ട് ഒന്നും തന്നെ എഴുതാൻ സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ മാനസി ഓഡിയൻസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ് ഇവരിൽ നിന്ന് തന്നെ ഒരു ക്യാരക്ടേഴ്സിനെ എടുത്ത് ഇവരുടെ ലൈഫിനെ കുറിച്ച് എഴുതിക്കൂടുകയും ചോദിക്കുകയാണ്. അതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് റൈറ്ററിന് തോന്നുന്നു. അങ്ങനെ റൈറ്റർ ഓഡിയൻസിൻ്റെ അകത്ത് നിന്ന് തന്നെ 4 ക്യാരക്ടേഴ്സിനെ ചൂസ് ചെയ്യാണ്. അവരുടെ പേരാണ് അമൽ കുമാർ ബോസ്, വിമൽ കുമാർ ഘോഷ്, കമൽ കുമാർ സെൻ ആൻഡ് നിർമ്മൽ കുമാർ. ഇതിൽ അവസാനത്തെ നിർമ്മൽ കുമാർ എന്ന പേര് റൈറ്ററിന് ഇഷ്ടപ്പെടുന്നില്ല, അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇയാളോട് ചോദിക്കുകയാണ് തൻ്റെ റിയൽ നെയിം വേറൊന്നല്ലേ, അപ്പോൾ ശരിക്കുള്ള പേര് പറയാണ്. അപ്പോൾ ഈ നിർമ്മൽ കുമാർ എന്ന വ്യക്തി പറയാണ് എൻ്റെ ശരിക്കുള്ള പേര് ഇന്ദ്രജിത്ത് എന്നാണെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ആദ്യം തന്നെ പേര് മാറ്റി പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഇന്ദ്രജിത്ത് പറയാണ് എനിക്ക് സമൂഹത്തെ പേടിയുള്ളത് കൊണ്ടാണ്. കാരണം സമൂഹത്തിൽ കൂടുതലും നമ്മൾ ആ ഒരു സമൂഹത്തിൽ
കുറച്ചും കൂടി ബിലോങ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, അതിൻ്റെ കൂടെ നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ദ്രജിത്ത് നിർമ്മൽ കുമാർ എന്ന പേര് പറഞ്ഞത്. അതിനുശേഷം ഇത് കൂടുതലും ഈ ഒരു ചൈൽഡ്ഹുഡിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ഐഡിയ പറയുന്നുണ്ട്. അതായത് ചൈൽഡ്ഹുഡിൻ്റെ സമയത്ത് ഇങ്ങനെ റൂൾസും നോംസും ഒന്നും നമ്മൾ കൂടുതൽ ആലോചിക്കത്തില്ല. വളരും തോറുമാണ് സമൂഹത്തിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതും സമൂഹത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള റൂൾസ് നമ്മൾ മനസ്സിലാക്കുന്നതും അതിനെ നമ്മൾ ഫോളോ ചെയ്യുന്നതും. സോ അതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു സീനാണ് കോളേജിലെ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇതിൽ ഇന്ദ്രജിത്ത് സ്റ്റുഡൻ്റായിട്ടും ബാക്കി 3 ക്യാരക്ടേഴ്സ് പ്രൊഫസേഴ്സായിട്ടും വരുന്നുണ്ട്. അവർ ഓരോ പ്രൊഫസേഴ്സായിട്ട് വന്ന് ഇന്ദ്രജിത്തിനെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ടിപ്പിക്കൽ കോളേജ് ക്ലാസ് ആണ് അവിടെ കാണിക്കുന്നത്. അതിനുശേഷം ഇന്ദ്രജിത്തും റൈറ്ററും കൂടി സംസാരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കുറച്ചും കൂടി റെബല്ലിയസ് ആണ്. അതായത് റൂൾസ് ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടാത്തവരാണ്. ഇതിനും ബിയോണ്ടായിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, അങ്ങനെ അന്വേഷിച്ച് പോകണമെന്ന് താല്പര്യപ്പെടുന്നവരാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് റൈറ്റർ ഇപ്പോഴും ഒരു പ്ലേ എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മറ്റ് 3 ക്യാരക്ടേഴ്സ് അമൽ, വിമൽ, കമൽ ഇവർ 3 പേരും കൂടി റൈറ്ററിനെ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്, എഴുത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയാണ് ഇന്ദ്രജിത്തിൻ്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള മാനസി, ഇവിടെ വേറെ ക്യാരക്ടറാണ്. ഇന്ദ്രജിത്തിൻ്റെ ഗേൾഫ്രണ്ട് എന്ന രീതിയിൽ വേറൊരു ക്യാരക്ടറാണെങ്കിലും ആ ക്യാരക്ടറിൻ്റെ പേര് മാനസി എന്നാണ്. അപ്പോൾ ഇന്ദ്രജിത്ത് മാനസിയുടെയും കുറിച്ച് ഒരു കഥ എഴുതിക്കൂടെ, ഒരു പ്ലേ എഴുതിക്കൂടെയും ചോദിക്കുകയാണ്. ഇവിടെ ഇന്ദ്രജിത്ത് മാനസി കസിൻസ് ആണ്, അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്, ലവേഴ്സാണ്. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ്റെ ഇടയിലെല്ലാം കോളേജിൻ്റെ ആ ഒരു സീൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ തീം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ലൈഫ് ഇസ് റെപ്പറ്റീറ്റീവ്, ലൈഫ് ഇസ് എ സൈക്കിൾ എന്നുള്ളൊരു തീം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. കാരണം ആസ് എ സ്റ്റുഡൻറ്റ് നമുക്കറിയാം, നമ്മുടെ ഒരു ലൈഫ് അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. രാവിലെ എണീക്കുന്നു, ആഹാരം കഴിക്കുന്നു, സ്കൂൾ അല്ലെങ്കിൽ കോളേജിലെത്തുന്നു, അവിടെ വൈകിട്ട് വരെ പഠിക്കുന്നു, പിന്നെ തിരിച്ച് വീട്ടിൽ വരുന്നു, അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ പോണു, അടുത്ത ദിവസം സെയിം കാര്യം. അപ്പോൾ ഈ ഒരു റെപ്പറ്റേറ്റീവ്നെസ് ആണ് ഈ ഒരു പ്ലേയിലും കാണിക്കുന്നത്. അടുത്ത് അവർ കാണിക്കുന്നത് ഒരു ഇൻ്റർവ്യൂ സീനാണ്. ആ പഠിത്തമെല്ലാം കഴിഞ്ഞു, ഇനി അവർ ഇൻ്റർവ്യൂവിനുണ്ട്, ജോബിന് വേണ്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു സമയത്തും ഇന്ദ്രജിത്ത് മാനസിയും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ദ്രജിത്ത് ഞാൻ പറഞ്ഞു ഒരു റെബല്ലിയസ് ക്യാരക്ടറാണ്, റൂൾസ് ബ്രേക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ്. പക്ഷേ മാനസ് നേരെ ഓപ്പോസിറ്റാണ്, റൂൾസ് ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഞാൻ പറഞ്ഞു കസിൻസ് ആണ്, അതുപോലെ ലവേഴ്സാണ്. ഇവർ തമ്മിൽ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പൊതുവെ ആ ഒരു സമയത്ത് കസിൻസ് തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് അക്സെപ്റ്റബിൾ അല്ല. അപ്പം ഇന്ദ്രജിത്തിന് അതൊന്നും അറിയണ്ട. ഇന്ദ്രജിത്ത് പറയുന്നു അതൊക്കെ പോട്ടെ, നമുക്ക് ആ ഒരു റൂൾസ് ഫോളോ ചെയ്യേണ്ട, നമുക്ക് നമ്മുടെ ഇഷ്ടം ഫോളോ ചെയ്യാമെന്ന് പറയുമ്പോഴും മാനസി കുറച്ചും കൂടി ഒരു സമയം ചോദിക്കുന്നുണ്ട്, കുറച്ചും കൂടി ഈ ഒരു റൂൾസ് ബ്രേക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഹെസിറ്റൻ്റ് ആണ്. അപ്പോൾ ആ സമയത്താണ് മാനസി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ റെബലിയസ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രജിത്ത് പറയുന്നുണ്ട് മേ ബി ആ ഒരു ഫോർബിഡൻ ഫ്രൂട്ടിൻ്റെ കഴിച്ചതുകൊണ്ടായിരിക്കാം. അതൊരു ബിബ്ലിക്കൽ റെഫറൻസ് ആണ്. ഈവ് ആ ഒരു ഫോർബിഡൻ ഫ്രൂട്ട് കഴിച്ചതുകൊണ്ടാണ് ആ ഒരു അവരെ സ്വർഗത്തിൽ നിന്ന് നിഷ്കർഷിക്കപ്പെട്ടതും, അതുപോലെ തന്നെ ഈ ഒരു ട്രീ ഓഫ് നോളജിൽ നിന്നാണ് ഫോർബിഡൻ ഫ്രൂട്ട് വന്നത്. ജ്ഞാനം കിട്ടിയത് തന്നെ, അറിവ് കിട്ടിയത് തന്നെ ആ ഒരു ഫോർബിഡൻ ഫ്രൂട്ട് കഴിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു റെഫറൻസ് ആണ് ഇന്ദ്രജിത്ത് പറയുന്നത്. ചിലപ്പോൾ ആ ഒരു കാര്യം കൊണ്ടായിരിക്കാം മനുഷ്യൻ ഇത്രയും ഫിലോസഫേഴ്സ് മിക്കവാറും ഇങ്ങനത്തെ രീതിയിൽ കുറേ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. പിന്നീട് തിരിച്ച് ഇൻ്റർവ്യൂ സീനിലേക്ക് തന്നെ വരുന്നുണ്ട്. ഇവിടെ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യാണ് ആ ഒരു ഇൻ്റർവ്യൂ സീൻസ് എല്ലാം. ഇവിടെ റൈറ്ററും വന്നിട്ടുണ്ട്. റൈറ്ററും 2-3 ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ക്ലാഷായിട്ട് വരെയാണ്. അപ്പോൾ അവർ തമ്മിൽ ഇൻ്റർവ്യൂ പ്രോസസ്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവരോട് കറക്റ്റ് സമയത്ത് വരാൻ പറഞ്ഞിട്ട് ഇൻ്റർവ്യൂവർ തന്നെ 1 മണിക്കൂർ ലേറ്റായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു റൂമിലേക്ക് കയറി പോയ ആളെ മറ്റൊരു ഡോറ് വഴിയാണ് ഇറക്കി വിടുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ എങ്ങനെയാണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അതൊന്നും തന്നെ ഇൻ്റർവ്യൂ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല.
അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എഗെയിൻ എല്ലാ സീനിലും ഈ പ്രാവശ്യം ഇന്ദ്രജിത്തിൻ്റെ അമ്മ വന്നിട്ടാണ് ആഹാരം കഴിക്കുന്നുണ്ടോ, നീ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. സോ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതേസമയം തന്നെ നമുക്കൊരു തോന്നലുണ്ടാവും ഇന്ദ്രജിത്തും റൈറ്ററും ഒരേ ആണോ എന്ന് തന്നെ നമുക്ക് തോന്നും. കാരണം തുടക്കത്തിൽ റൈറ്ററിൻ്റെ അമ്മയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിക്കുന്നത്, പക്ഷെ ഇവിടെ ഇന്ദ്രജിത്തിൻ്റെ അമ്മ വന്നിട്ട് സെയിം ഡയലോഗ് പറയുന്നുണ്ട്. അപ്പോൾ എഗെയിൻ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതേസമയം തന്നെ റൈറ്ററും ഇന്ദ്രജിത്തും ഒരേ ആളാണോ എന്ന് വരെ നമുക്ക് സംശയം തോന്നാം. ആൻഡ് ദെൻ നമ്മൾ സെക്കൻഡ് ആക്റ്റിലേക്ക് വന്നു. സെക്കൻഡ് ആക്ട് ഒരു ലീപ്പ് ഉണ്ട്, 7 years ലീപ്പായിട്ടാണ് വരുന്നത്. ഇപ്രാവശ്യം എല്ലാവരും ജോലി കിട്ടി സെറ്റിലായി. അറ്റ്ലീസ്റ്റ് നമ്മുടെ ആദ്യത്തെ 3 ക്യാരക്ടേഴ്സ് സെറ്റിലായി. അമൽ, വിമൽ, കമൽ അവരെല്ലാവരും എംപ്ലോയീസാണ്, അതുപോലെ തന്നെ പാരൻസാണ്. അവരവരുടെ ലൈഫ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ ഇവരുടെ ജോലിയെല്ലാം സെയിം ആണ്. ഓഫീസിൽ വരിക, പേപ്പർ ഫയൽ ചെയ്യുക, സ്റ്റാമ്പ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക ആൻഡ് റിപ്പീറ്റ്. ഇതൊരു ഒരു ബ്രേക്ക്, ഈ ഒരു റുട്ടീനിൽ നിന്ന് ഒരു ബ്രേക്ക് അവർക്കില്ല. പക്ഷെ അതേസമയം ഇന്ദ്രജിത്ത് ഇതിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണ്. കാരണം ഇന്ദ്രജിത്ത് ഇവിടെ കല്യാണം കഴിച്ചിട്ടില്ല, അതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു ഫർദർ സ്റ്റഡീസിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ റൈറ്റർ തന്നെ 2 ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്, പിയൂണായിട്ടും വരുന്നുണ്ട്, ബോസായിട്ടും വരുന്നുണ്ട്. അത് ആ ഒരു ഓഫീസ് സെറ്റിംഗ് കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു രീതിയിലുള്ളൊരു ക്യാരക്ടർ സ്വിച്ച്. അപ്പോൾ ഇന്ദ്രജിത്തും റൈറ്ററും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഇന്ദ്രജിത്ത് പറയുന്നുണ്ട് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല, കാരണം മനസ്സ് ഇനിയും സമയം ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ സമയം ഇന്ദ്രജിത്ത് ഇവിടെ നിൽക്കാതെ ലണ്ടനിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ പോയി എൻജിനീയറിംഗ് എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി അവിടെ തന്നെ സെറ്റിലാവാനും പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ ലൈഫിലും കുറച്ച് ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അമലാണെങ്കിൽ ഒരു രീതിയിലും പ്രമോഷൻ കിട്ടുന്നില്ല, സ്റ്റക്കാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് അമലിൻ്റെ സിറ്റുവേഷൻ. വിമലാണെങ്കിൽ ഒരു ട്രാൻസ്ഫർ കിട്ടാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് റൈറ്ററിനെ വന്ന് കണ്ടു. കമലാണെങ്കിൽ ഒരു ബിസിനസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതൊന്ന് പച്ച പിടിക്കാൻ കാത്തിരിക്കുന്നൊരു സ്റ്റേറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്യാരക്ടേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ആൻഡ് ദെൻ തേർഡ് ആക്റ്റിൽ അഗെയിൻ നമ്മുടെ 3 ക്യാരക്ടേഴ്സ് ആദ്യം തന്നെ വരുന്നുണ്ട്, അമൽ, വിമൽ, കമൽ. അവരെല്ലാം അവരുടേതായിട്ടുള്ള ലൈഫ് സൈക്കിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുറേ പേർക്ക് അസുഖങ്ങളാണ്, കുറേ പേർക്ക് വീട്ടിൽ മരണം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യുദ്ധമാണ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ തന്നെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഇന്ദ്രജിത്ത് അവിടെ വരുന്നുണ്ട്, റൈറ്റർ ആയിട്ടൊരു കണ്ടുമുട്ടലുണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി റൈറ്റർ വരുന്നത് ഇന്ദ്രജിത്തിനെ കത്ത് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആ കത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇന്ദ്രജിത്ത് സ്റ്റഡീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഇന്ദ്രജിത്ത് ആ ഒരു റെബല്യസ് ക്യാരക്ടറിൽ നിന്ന് മാറിയിട്ടില്ല. ഇപ്പോഴും ആ ഒരു ലൈഫിലൊരു ഫുൾഫിൽമെൻ്റ് ഇല്ല, ഒരു പേർപ്പസ് ഇല്ല എന്നുള്ള രീതിയിലാണ് ഇന്ദ്രജിത്തിന് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. ആ ഒരു ഫെയ്ത്ത് വന്നിട്ടില്ല. പക്ഷെ ആ സമയം മാനസി ഇവിടെ പറയുന്നുണ്ട്, ഇനിയും ജീവിക്കണം, നീ ഇങ്ങനെ മരിച്ചു പോകാൻ താല്പര്യപ്പെടരുത്, ജീവിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇന്ദ്രജിത്ത് തന്നെ തിരിച്ച് വന്ന് റൈറ്ററിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റൈറ്റർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ നിൻ്റെ കസിനെ കല്യാണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ കസിനല്ല, ഞാൻ വേറൊരാളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്, പക്ഷെ അവളുടെ പേര് മാനസി എന്നാണ് എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ തൻ്റെ പുതിയ വൈഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരുടെ ഒരു കോൺവെർസേഷൻ ഉണ്ട്. പക്ഷെ ഇപ്പോഴും ഇന്ദ്രജിത്തിനോട് ചോദിക്കുമ്പോൾ ഇന്ദ്രജിത്ത് പറയുന്നുണ്ട് ഇപ്പോഴും ഒരു ഹോപ്പില്ല, ഇപ്പോഴും മരണത്തെ തന്നെയാണ് ഇന്ദ്രജിത്ത് ഹോപ്പ് ചെയ്യുന്നത്. കാരണം അങ്ങനെ മാത്രമേ റുട്ടീനിൽ നിന്ന് ബ്രേക്ക് ആവൂന്ന് ഇന്ദ്രജിത്ത് പറയുന്നത്. ബാക്കിയെല്ലാം തന്നെ നമ്മൾ ലൈഫിൽ ഇങ്ങനെ റെപ്പറ്റേറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനിക്കുന്നു, സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, ജോലി കിട്ടുന്നു, കല്യാണം കഴിക്കുന്നു, മക്കളുണ്ടാകുന്നു. അങ്ങനത്തെ റിപ്പീറ്റായിട്ടുള്ള റുട്ടീനാണ്. ഒരു രീതിയിലൊരു ബ്രേക്ക് നമുക്ക് കിട്ടുന്നില്ല, ഒരു രീതിയിലൊരു എസ്കേപ്പ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇന്ദ്രജിത്തിന് എസ്കേപ്പായിട്ട് തോന്നുന്നത് ഒരുപക്ഷെ മരണമാണ്. മാത്രമല്ല മറ്റ് ക്യാരക്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ അമൽ ഒരു എൻട്രൻസ് എക്സാം പോലെ അറ്റൻഡ് ചെയ്ത്
പ്രൊമോഷന് ശ്രമിക്കുകയാണ്. വിമൽ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുകയാണ്. കമൽ ഇപ്പോഴും ബിസിനസ്സിൽ കുറച്ചും കൂടി പ്രോസ്പെക്റ്റ് കിട്ടാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുകയാണ്. ഇന്ദ്രജിത്തും അതുപോലെ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആണ്. ഈ ഒരു റിപ്പീറ്റഡ്നെസ്, എല്ലാവരും ഒരേ രീതിയിലാണ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഭയങ്കര റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ജീവിതമാണെന്ന് മനസ്സിലാക്കി ഇന്ദ്രജിത്തും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പോൾ ലാസ്റ്റ് റൈറ്റർ വന്ന് പറയുന്നുണ്ട്, എനിക്കൊരു പ്ലേ എഴുതാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ലൈഫ് വെച്ച് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്ദ്രജിത്ത് പറയുന്നുണ്ട്, അത് സ്വാഭാവികമാണ്. കാരണം എല്ലാവരുടെ ലൈഫും എടുത്ത് നോക്കുകയാണെങ്കിൽ വൺ ആൻഡ് ദ സെയിം തന്നെയാണ്. നമ്മളെല്ലാവരും ഒരേ രീതിയിലുള്ള കാര്യങ്ങളാണ് അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് മാനസി, നമ്മുടെ കസിൻ മാനസിയെ കാണുന്നുണ്ട്. ആ സമയത്തും ഇന്ദ്രജിത്ത് പറയാണ്, ഈ ഒരു ജീവിതത്തിൽ നിന്നൊരു എസ്കേപ്പ് ശരിക്കും ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ദ്രജിത്ത് തൻ്റെ പേര് മാറ്റി പഴയ പേരായിട്ടുള്ള നിർമ്മൽ കുമാർ റേയിലേക്ക് മാറുകയാണ്. സോ ഹി ജസ്റ്റ് വാണ്ട്സ് ടു ബി എൻ ഓർഡിനറി മാൻ വിത്ത് എൻ ഓർഡിനറി ആംബിഷൻ ആൻഡ് ലൈഫ്. ഒരു കാലത്ത് എക്സ്ട്രോർഡിനറി ആണെന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു ഇന്ദ്രജിത്ത്. പക്ഷേ ലാസ്റ്റ് മനസ്സിലാക്കിയാണ് അങ്ങനെ ഒരു എക്സ്ട്രോർഡിനറി ആകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ജീവിതം വളരെ റെപ്പറ്റേറ്റീവാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ച് നിർമ്മൽ എന്നൊരു പേര് സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് കൂടുതലും ഈ ഒരു ഇന്ദ്രജിത്ത് തന്നെ അവരെ വിശേഷിപ്പിക്കുന്നത് കേഴ്സ്ഡ് സ്പിരിറ്റ് ഓഫ് സിസിഫസ് എന്നാണ്. അതായത് സിസിഫസ് എന്നൊരു ഗ്രീക്ക് ക്യാരക്ടർ, ആൾക്കൊരു ശാപം കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും മലയുടെ മേളിൽ പോയി കല്ലുരുട്ടി താഴെ ഇടുക, തിരിച്ചും ആ കല്ലെടുത്തുകൊണ്ട് വന്ന് മേളി ഉരുട്ടി കയറ്റുക, താഴെ ഇടുക. ഇത് റെപ്പറ്റേറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് കേഴ്സ്. അപ്പോൾ സിസിഫസിനെ പോലെ തന്നെ നമ്മളും നമ്മുടെ ലൈഫ് ഇതുപോലെ തന്നെ ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു തുടക്കമോ ഒരു അവസാനമോ ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു റെഫറൻസും കൂടി അവിടെ വന്നിരിക്കുന്നത്. മാത്രമല്ല കൂടുതലും ഒരു 3 ചോദ്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അത് റൈറ്ററാണ് ചോദിക്കുന്നത്. ഒന്ന്, ഹൂ ആർ വി? അത് രണ്ടാമത്തെ, വാട്ട് ആർ വി? ആൻഡ് തേർഡ് ഇസ് വൈ ആർ വി? ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരമില്ല ശരിക്കും. നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, അതുപോലെ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളൊരു ചോദ്യങ്ങൾ അത് റൈറ്റർ ചോദിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ആ ഒരു ലൈഫിൽ ശരിക്കും മീനിങ് ഇല്ല, നമ്മളാണ് മീനിങ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൻ്റെ ഒരു ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. സോ കൺക്ലൂഷന് പറയുകയാണെങ്കിൽ, ഒന്ന്, ഇതൊരു അബ്സേർഡ് പ്ലേ ആണ് നമുക്ക് പറയാം. പേര് പോലെ തന്നെ അബ്സേർഡാണ്. ബേസിക്കലി ലൈഫ് എന്ന് പറയുന്നത് എംപ്റ്റി ആണ്, മീനിങ് ഇല്ല. നമ്മൾ തന്നെയാണ് മീനിങ് ഉണ്ടാക്കുന്നത്. ചുറ്റുമുള്ള കാര്യങ്ങൾക്കും ആളുകൾക്കും മീനിങ് കൊടുക്കുന്നത് നമ്മളാണ് എന്നുള്ളൊരു ഐഡിയ, ആ ഒരു എക്സിസ്റ്റൻഷ്യലിസം എന്ന ഐഡിയ പറയുന്നത് അബ്സേർഡ് പ്ലേയിലൂടെയാണ്. ആൻഡ് പ്രത്യേകിച്ച് പ്ലോട്ടിൽ ലോജിക് ഇല്ല, മീനിങ് ഇല്ല, ഒരുപാട് ഇതും കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. ഇതെല്ലാം തന്നെ അബ്സേർഡ് പ്ലേയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് തന്നെ ഈ ഒരു പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ബേസിക്കലി തീം എന്ന് പറയുന്നതും ഈ ഒരു മോഡേൺ ഇൻഡിവിജ്വലിൻ്റെ ലൈഫിലുണ്ടാകുന്ന ഒരു വൺ ഡയമെൻഷൻ ആയിട്ടുള്ളൊരു ലൈഫ്. കൂടുതലും നമ്മളെല്ലാം മെക്കാനിക്കലായിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം റുട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ചോദിക്കാതെ, അല്ലെങ്കിൽ ഒന്നും തന്നെ മാറി ചിന്തിക്കുകയോ മാറി പ്രവർത്തിക്കുകയോ ചെയ്യാതെ ഒരേ കാര്യം തന്നെ നമ്മൾ റിപ്പീറ്റേറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂടുതലും മെക്കാനിക്കലാവുകയാണ്, റോബോട്ടിക് ആവുകയാണ്. അപ്പം ആ ഒരു ഐഡിയ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ശരിക്കും ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ റെബൽ ചെയ്യാൻ ശ്രമിക്കുന്ന വളരെ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. ഈ ഒരു പ്ലേ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇന്ദ്രജിത്തും റൈറ്ററും മാത്രമേ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റൂ. ബാക്കി എല്ലാവരും, എല്ലാ ക്യാരക്ടേഴ്സും ഒരു ചോദ്യം ചോദിക്കാതെ സെയിം കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതിലാണ് താല്പര്യപ്പെടുന്നത്. സോ ഈ ഒരു ഐഡിയ ആണ് ഈ ഒരു പ്ലേ തരുന്നത്. അതാണ് തന്നെയാണ് പ്ലേയുടെ തീം. സോ ഐ ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ. വീഡിയോ മനസ്സിലായെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ റിക്വസ്റ്റുകളുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് ഐ ഹോപ്പ് യു ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ ലിസ്ണിംഗ്.